ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മോരുകറി ഉണ്ടാക്കിയാലോ. അതിന് ഒരു കഷ്ണം വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി അത് മഞ്ഞളും കൂടെ ചേർത്ത് വേവിക്കണം. അതിൻ്റെ കൂടെ അരപ്പ്, പച്ചമുളക്, തേങ്ങ, ജീരകം, ഒരു കഷ്ണം വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് ഒരു മിക്സിയിൽ നമുക്ക് ഇതിനെ നന്നായിട്ട് പേസ്റ്റ് രൂപേണ നമുക്ക് ഇതിനെ അരച്ചെടുത്ത് വയ്ക്കണം. ഇത് കണ്ടല്ലോ, ഇതുപോലെ പേസ്റ്റ് ആയിട്ടാണ് നമ്മൾ അരയ്ക്കേണ്ടത്. ഇതിനെ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്കയിലോട്ട് ഈ അരപ്പ് നമുക്ക് ചേർക്കണം. ഇത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമ്മൾ തിളപ്പിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളരിക്കയും അതുപോലെ ഈ തേങ്ങയും പച്ചമുളകും എല്ലാം അരച്ചതും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗയുടെ ഫ്ലെയിം കുറച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് 2 കപ്പ് തൈര് നന്നായിട്ട് അടിച്ച് അതുകൂടെ ഈ വെള്ളരിക്ക കഷ്ണങ്ങൾ വെന്ത് അതിലേക്ക് കൂട്ടിലേക്ക് ചേർക്കണം. അധികം പുളി പാടില്ല തൈരിന്, എന്നാലേ ടേസ്റ്റ് കാണുള്ളൂ. തിളയ്ക്കാൻ പാടില്ല, വളരെ സ്ലോ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. ഇതിൻ്റെ കൂടെ നമുക്ക് 1 സ്പൂൺ പയർ വറുത്ത് പൊടിച്ചത് കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോഴേക്കും കറിക്ക് സ്വാദ് കിട്ടും. അതുമാത്രമല്ല, നല്ല തിക്കായിട്ട് നമുക്ക് മോരുകറി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് കടുക് വറുക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു പാനിൽ. 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, കരിവേപ്പില, 2 വറ്റൽമുളക് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് വറുത്ത് കോരി ഈ പുളിശ്ശേരിയിലോട്ട് നമുക്ക് ചേർക്കണം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതിനെ ആ മോരുകറിയിലോട്ട് നമുക്ക് ചേർക്കാം. സ്റ്റൗ ഓഫ് ചെയ്യണം. തിളയ്ക്കാൻ പാടില്ല കേട്ടോ. മോര് ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കതിനെ മിക്സ് ചെയ്യുക. അടിപൊളി മോരുകറി തയ്യാറായി. വളരെ എളുപ്പവുമാണ്. ഇന്ന് നമുക്ക് സകലം ചിപ്പി കിട്ടി. അപ്പം നമുക്ക് ചിപ്പി പൊരിക്കാമെന്ന് കരുതി ചിപ്പി ക്ലീൻ ചെയ്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കോൺഫ്ലവർ, സകല ഇറച്ചി മസാല എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. ഒരു 4 സ്പൂൺ എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ, അധികം ഒന്നും എണ്ണ ഒഴിച്ചിട്ടില്ല. ഈ ചിപ്പി അതിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഫ്രഷായിട്ട് കിട്ടും, അതുകൊണ്ട് നമുക്ക് കഴിക്കാം. അടിപൊളി ചിപ്പി പൊരിച്ചത് കിട്ടി. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് നമുക്ക് മോരുകറിയും വാഴയ്ക്ക തോരനും ചിപ്പി പൊരിച്ചതും രസവും അച്ചാറുമായിരുന്നു കേട്ടോ. ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.